ശൈശവത്തിലും ബാല്യത്തിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് പലപ്പോഴും കൗമാര കാലഘട്ടത്തുമ്പോൾ കുട്ടികളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആശയവിനിമയം പോലും പലപ്പോഴും നിലച്ചു പോകുന്നതായി നാം കാണാറുണ്ട്. കൗമാര കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? മാതാപിതാക്കൾക്ക് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ഒരു ധാരണ ഉണ്ടാവണം. കൗമാരം എന്നതിന് ആൺകുട്ടി മുതിർന്ന് പുരുഷനാകുന്നതും പെൺകുട്ടി മുതിർന്ന് സ്ത്രീയാകുന്നതുമായ ഘട്ടമാണ്. കുഞ്ഞുങ്ങളുണ്ടാവാൻ ശാരീരികമായി പ്രാപ്തരാകുന്ന ഘട്ടം. മാതാപിതാക്കളുടെ ആശ്രയത്വത്തിൽ നിന്നും വിട്ടുമാറി സ്വാശ്രയത്വത്തിലേക്ക് വളരുവാനുള്ള ഒരു പ്രവണത കാണിക്കും. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അവർ വളരുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണം മാതാപിതാക്കൾ അതിനെ കാണുവാൻ. രണ്ട്, നമ്മുടെ റിസ്ക് സാധ്യതയുണ്ട്. കൗമാരത്തിൽ എങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തങ്ങളുടെ കൂട്ടുകാരെയാണ് കൂടുതൽ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം, അസഹിഷ്ണുത, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനോനില ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇവർ ഇൻഡിഫറൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഇവരുടെ മനോഭാവവും മൂടും മാറുന്നത് എന്ന് ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും. അത് ഇവരുടെ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയായി വേണം മാതാപിതാക്കൾ മനസ്സിലാക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ശ്രദ്ധാപൂർവവും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കൗമാര കാലഘട്ടത്തിൽ 3 തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത്. ഒന്ന്, ബാഹ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് ദൃശ്യമാണ്, അത് നമുക്ക് കാണാൻ കഴിയും. 2, ആന്തരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് അറിയാൻ കഴിയും. മൂന്നാമതുണ്ടാകുന്നത് വൈകാരിക മാറ്റങ്ങളാണ്. അത് മാനസിക വൈകാരിക മാറ്റങ്ങൾ ഓരോ കുട്ടിയിലും ഓരോ തരത്തിലായിരിക്കും. അതിനെ കൈകാര്യം ചെയ്യാൻ അവന് പലപ്പോഴും കഴിയാറില്ല. ഈ ഹോർമോണുകളുടെ വർദ്ധിത രൂപത്തിലുള്ള ഉൽപ്പാദനം മൂലം ശാരീരികവും മാനസികവും വൈകാരികവുമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ പലപ്പോഴും കൗമാരക്കാർക്ക് കഴിയില്ല. അത് പലപ്പോഴും കൗതുകവും ആകാംക്ഷയും ജനിപ്പിക്കും. അതോടൊപ്പം വൈകാരിക മാറ്റങ്ങളും മറ്റു മാനസിക സമ്മർദ്ദങ്ങളുമാകുമ്പോൾ കുട്ടി ആകെപ്പാടെ അന്താളിച്ചു പോകും. നമുക്കറിയാം, കൂട്ടുകാരിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, മൊബൈലിൽ കാണുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടികൾ കൗമാര കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ പെരുമാറ്റം പലപ്പോഴും എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാകുന്നത് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകാൻ കാരണമാകുന്നു. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ മാനസിക വളർച്ചയേക്കാൾ തങ്ങളുടെ ആത്മീയ ജ്ഞാനത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയൂന്നുന്നത് ശാരീരികമായ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ കുട്ടി കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖക്കുരുവിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതും മീശരോമങ്ങളെക്കുറിച്ചും പേശിമുഷിപ്പിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പരാതി പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവനോ അവളോ തൻ്റെ ബാഹ്യ സൗന്ദര്യത്തിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് സ്വാഭാവികമാണ്. അപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം, ഫാഷനബിളായിട്ടുള്ള വസ്ത്രങ്ങൾ, മറ്റുള്ളവരുടെ ശ്രദ്ധ കെട്ടാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കുറ്റപ്പെടുത്തുകയോ അതിനെ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്താൻ ഇടയാകും. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സമവയസ്ക സംഘം അല്ലെങ്കിൽ പീർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടുകാരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ അവരുമായിട്ട് ഒറ്റയ്ക്കിരിക്കാനും ആ കൂട്ടുകാരുമായിട്ട് മാത്രം ഇരിക്കാനും മാതാപിതാക്കളിൽ നിന്ന് അകലം പാലിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്ന ഈ പ്രായമായപ്പോൾ അവരുടെ കൂട്ടുകാരെയൊക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാനും അവരുടെ വീടുകളിൽ പോകാനും ഒക്കെ നാം കുട്ടികളെ പ്രേരിപ്പിക്കണം. ഒപ്പം അവരുടെ മാതാപിതാക്കളുമായിട്ടും ഒരു ബന്ധം നമുക്ക് പുലർത്താനായിട്ട് കഴിയണം. കൂട്ടുകാരുടെ കൂടെ പോയാൽ എവിടേക്കാണ് പോകുന്നത്, എപ്പോൾ തിരിച്ചു വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പരസ്പര ധാരണ, ആശയവിനിമയം, സ്നേഹബുദ്ധിയ അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും അത് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാം പറയുകയും ചെയ്യണം. ഒപ്പം എല്ലാ ദിവസവും കുറച്ച് സമയം അവരോടൊത്ത് ചെലവഴിക്കാനുള്ള സമയം നാം കണ്ടെത്തണം. അതായത് വൈകുന്നേരം അത്താഴത്തിൻ്റെ സമയമാവാം, അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയട്ടെ, അവരുടെ സങ്കടങ്ങൾ പറയട്ടെ, അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അതോടൊപ്പം മാതാപിതാക്കളുടെ കാര്യങ്ങളും വിഷമങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കുട്ടികളുമായിട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക വളർച്ചയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ പരസ്പരം മനസ്സിലാക്കി മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിർത്താൻ ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ചിലപ്പോൾ കാൽ തെറ്റി വീഴാം. നമുക്കറിയാം, ചിലപ്പോൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ തെറ്റായ പ്രണയബന്ധത്തിലോ ഒക്കെ കുട്ടികൾ പെട്ടുപോകുന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും ഒറ്റുകൊടുത്തും നമ്മളിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യേണ്ടത്.
മറിച്ച് അവനെ ചേർത്ത് നിർത്തണം. ഒരു സിനിമാ ഗാനമുണ്ടല്ലോ, കുഞ്ഞീക്കാലടി ഒരടി തെറ്റുമ്പ കൈതന്നു കൂടെ വന്നു. അപ്പോൾ കുഞ്ഞുനാളിൽ നമ്മൾ എന്താ ചെയ്യുക? അവൻ്റെ ശൈശവത്തിലും ബാല്യത്തിലും അവനൊരു അടി തെറ്റിപ്പോയാൽ, അവനൊന്ന് വീണ് പോയാൽ ഉടൻ നമുക്ക് അവനെ കൈ കൊടുത്ത് അവനെ നമ്മുടെ കൂടെ ഉയർത്തുന്നത് പോലെ തന്നെ കൗമാര കാലഘട്ടത്തിലും നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ കാലിടറാമെന്നും തെറ്റായ കാര്യങ്ങൾ ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കുക. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ തന്നെ തുടരുന്നതിൽ നിന്നും അതിൽ നിന്നും മാറി നടക്കാനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടത്, കൈത്താങ്ങ് കൊടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. എനിക്കങ്ങനെ ഒരു വീഴ്ചയുണ്ടായാൽ അതെൻ്റെ മാതാപിതാക്കളോട് തുറന്നു പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും അത് വേദനാജനകമാണെങ്കിലും അവരത് അംഗീകരിക്കുമെന്നും അതിൽ നിന്ന് തിരിച്ചു കയറാൻ എന്നെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നും തിരിച്ചറിയുന്നതോടെ ഒരു കാര്യവും തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മറച്ചു വെക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ മാതാപിതാക്കൾ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറണം. അപ്പം നമ്മുടെ മക്കളുടെ ഉള്ളറിയുന്നതിലൂടെ, അവരുമായിട്ട് പോസിറ്റീവായ ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതിലൂടെ, ശരിയായ ആശയവിനിമയം നടത്തുന്നതിലൂടെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ മക്കളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ നല്ല പിന്തുണ നൽകാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.